അപ്പോൾ നമുക്കൊരു സിമ്പിൾ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു 6 മീഡിയം സൈസിലുള്ള നെല്ലിക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം 4 പച്ചമുളക് എരിവുള്ളതും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണിൽ കൂടുതൽ കാലാനമക്ക്, അതായത് കറുത്തുപ്പ്, ബ്ലാക്ക് സോൾട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അടിച്ച് നല്ല രീതിയിൽ അരിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, അതായത് പ്രതിരോധശേഷി കൂട്ടാൻ, നമ്മളുടെ വിറ്റാമിൻ സിയുടെ ഒരു മികച്ച സ്രോതാണിത്. പിന്നെ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ അരിച്ചെടുക്കണം. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും രാവിലെ വെറും വയറ്റിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. പിന്നെ ആഹാരം കഴിക്കുന്നതിന് മുൻപും നമുക്കിത് ഉപയോഗിക്കാം, അതും ഫലപ്രദമാണ്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ പച്ചമുളകും ഇഞ്ചിയും ചേർത്തിരിക്കുന്നത്. പച്ചമുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ ടേസ്റ്റും ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് കുരുമുളകോ തേനോ ഒക്കെ ചേർത്തും ഇത് കുടിക്കാവുന്നതാണ്. ഇത് ആരോഗ്യത്തിന് ഉത്തമമാണ്. കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും നമുക്കിതുകൊണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുന്നത് വളരെ ഉത്തമമാണ്. ഞാനിപ്പോൾ ഇവിടെ നെല്ലിക്കയെല്ലാം അടിച്ച് നല്ല രീതിയിൽ സ്പൂൺ കൊണ്ട് ഞെക്കി അരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ വെറും വയറ്റിലായിരിക്കും ഏറ്റവും ഉത്തമം. ഞാനിപ്പോൾ ഇവിടെ വൈകുന്നേരം സമയത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് റെഡിയായി. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഒന്ന് കുടിച്ച് നോക്കാം. ഇതിനകത്ത് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ മോൻ കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നെല്ലിക്ക ജ്യൂസാണ്. അപ്പം ഞാനിതൊന്ന് കുടിച്ച് നോക്കട്ടെ. അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.